സ്വർണ്ണക്കടത്തിലെ എം ശിവശങ്കറിന്റെ പങ്ക് പുറത്തു കൊണ്ടുവന്നത് ജനം TV ആണ്. ശിവശങ്കർ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്നയുൾപ്പെടെയുള്ളവരെ നിരവധി തവണ വിളിച്ചതിന്റെ തെളിവുകളും ജനം TV പുറത്തുവിട്ടിരുന്നു. പോലീസിൽ ഡിവൈഎസ്പിമാരുടെ നിയമനം CPM ജില്ലാ സെക്രട്ടറിമാർ നേരിട്ട് നടത്തുന്ന വാർത്തയും തെളിവുകൾ സഹിതമാണ് ജനം പുറത്തു കൊണ്ടുവന്നത്. ഒന്ന് തിരിഞ്ഞു നോക്കാം. 2020 ജൂലൈ 5-നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നയതന്ത്ര ചാനൽ വഴി കടത്താൻ ശ്രമിച്ച 30 കിലോ സ്വർണം കസ്റ്റംസ് പിടികൂടുന്നത്. സ്വർണം വിട്ടു നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിയെത്തിയെന്ന വാർത്ത ജനം TV പുറത്തുവിട്ടു. തൊട്ടു പിന്നാലെ UAE കോൺസുലേറ്റിലെ മുൻ PRO സരിത്ത് കസ്റ്റംസിന്റെ പിടിയിലായി. തുടർന്ന് സ്വപ്നയുൾപ്പെടെയുള്ള പ്രതികളെയും അറസ്റ്റ് ചെയ്തു. സ്വപ്നയും ശിവശങ്കറും തമ്മിലുള്ള അടുത്ത ബന്ധം ജനം TV പുറത്തുവിട്ടതോടെയാണ് ഇതിലേക്കും അന്വേഷണം നീണ്ടത്. ശിവശങ്കറും സ്വപ്നയും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന ഫോൺ രേഖകളും ജനം TV പുറത്തുവിട്ടിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ കേസിൽ പ്രതിയായി. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെ സ്ഥിരം സന്ദർശകയാണ് സ്വപ്നയെന്ന വാർത്തയും പൊതുസമൂഹത്തെ അറിയിച്ചത് ജനം TV ആണ്. ആദ്യം ഇത് നിഷേധിച്ച മുഖ്യമന്ത്രി തെളിവുകൾ നിരത്തിയതോടെ ഇത് സമ്മതിച്ചു. പിന്നീട് സ്വർണ്ണക്കടത്തിലെ ഓരോ നീക്കങ്ങളും ഞങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചുകൊണ്ടേയിരുന്നു. സ്വർണ്ണക്കടത്തിലെ അന്വേഷണം അട്ടിമറിക്കാൻ കസ്റ്റംസിലെ CPM ഫ്രാക്ഷൻ ശ്രമിക്കുന്നതിന്റെ തെളിവുകൾ പുറത്തുവിട്ടതും ജനം TV ആണ്. EP ജയരാജന്റെ മകൻ വിദേശത്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന വാർത്ത 2018-ൽ ജനം TV തെളിവ് സഹിതം പുറത്തുവിട്ടിരുന്നു. പൊട്ടിത്തെറിച്ചുകൊണ്ടായിരുന്നു അന്ന് വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന EP ഇതിനെതിരെ പ്രതികരിച്ചത്. മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് വരെ അദ്ദേഹം നിയമസഭയിൽ തുറന്നടിച്ചു. ചെയ്യാത്തൊരു കുറ്റത്തിന് പണമടച്ച് വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുക ചെയ്തത്. അവൻ ആരോടും വായ്പ വാങ്ങാറില്ല. അവൻ ഒരു ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുമില്ല. ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കില്ലേ? എന്ത് തെറ്റ് ചെയ്തിട്ട് ആ ചെറുപ്പക്കാരൻ ഇത്തരം ആക്ഷേപം കേൾക്കുന്നത്? നിങ്ങൾക്ക് എന്തുമാകാം. ഒരു ചാനല്, ഒരു പത്രം, ഒരു ജനം TV ഇവർ വാർത്തകൾ പ്രസിദ്ധീകരിക്കുക. ചാനലുകളെയും മാധ്യമങ്ങളെയും നിയന്ത്രിക്കാൻ സാർ നിയമ നടപടി സ്വീകരിക്കണം. ഹണി ട്രാപ്പിൽ കുടുങ്ങി നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യയുടെ വക്കിലാണെന്ന ജനം വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഇതിൽ കുടുങ്ങിയതിന്റെ തെളിവുകളും ജനം പുറത്തുവിട്ടു. DGP ഇരിക്കുന്നു, അജിസാർ ഇരിക്കുന്നു, ഞാനുണ്ട്, മറ്റേ DYSP രാജ്കുമാർ സാറുണ്ടല്ലോ, രാജശേഖരൻ സാർ, അങ്ങേര് ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പാ. അപ്പൊ അങ്ങേരുണ്ട്, മറ്റേ പ്രകാശ് സാറും ഉണ്ട്. അപ്പൊ ഉടനെ DGP ഉള്ളതുകൊണ്ട് പറയുവാന്നേ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ അത് രഹസ്യമായിട്ട് പോരെ ഇങ്ങേര് പറയുക. ഇങ്ങേർക്ക് ഒന്നാമേ മലയാളം പറയാൻ അറിയത്തില്ല. ഒടുവിൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട് മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ഒരു മന്ത്രി ഹണി ട്രാപ്പിൽ കുടുങ്ങിയതും പൊതുസമൂഹത്തെ അറിയിച്ചത് ജനം TV ആണ്. CPM ജില്ലാ സെക്രട്ടറിമാർ നൽകുന്ന പട്ടികയ്ക്കനുസരിച്ചാണ് പോലീസിൽ സ്ഥലം മാറ്റങ്ങൾ നടക്കുന്നതെന്ന തെളിവ് സഹിതം ജനം വാർത്ത നൽകി. ഇപ്പോഴത്തെ മന്ത്രിയും മുൻ കോട്ടയം CPM ജില്ലാ സെക്രട്ടറിയുമായ VN വാസവൻ DYSPമാരുടെ സ്ഥലം മാറ്റം വരെ തീരുമാനിക്കുന്നതിന്റെ തെളിവുകളായിരുന്നു പുറത്തുവിട്ടത്. പ്രധാനമന്ത്രിക്ക് കേരളത്തിൽ ഇപ്പോഴും സുരക്ഷാ ഭീഷണിയുണ്ടെന്ന സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് തെളിവ് സഹിതം ജനം പുറത്തുവിട്ടു. അപ്പോൾ മാത്രമായിരുന്നു സുരക്ഷാ സ്കീം ചോർന്ന കാര്യം പോലീസ് അറിയുന്നതും. ഇതിന്റെ പേരിൽ മാസങ്ങളോളം പോലീസ് ജനം TVയെ വേട്ടയാടി. ഇതേ പോലീസ് സേനയുടെ വാഹനങ്ങളിൽ ഇന്ധനം പോലും നിറയ്ക്കാൻ കഴിയാത്ത രീതിയിലുള്ള സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി തുറന്നു കാട്ടിയതും ജനം TV ആണ്. മാനസിക സമ്മർദ്ദവും അമിത ജോലിഭാരവും കാരണം ഉദ്യോഗസ്ഥരുടെ കൂട്ട സ്വയം വിരമിക്കലും ജനം ജനങ്ങളിലേക്ക് എത്തിച്ചു. ന്യൂസ് ഡെസ്ക് ജനം.